വെൽക്കം ബാക്ക്. ഈയിടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയി മാറിയ ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി, പക്ഷെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ ഒരു കേക്ക് ഇതുവരെ കഴിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ച് നോക്കേണ്ട ഒരു കേക്കാണ്. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ് കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. UAE 45 ദിർഹംസിനാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ലെറ്റോ കഫേ എന്ന് പറഞ്ഞ കഫേയിൽ 45 ദിർഹംസിനാണ് സെയിൽ ചെയ്യുന്നതിലാണ് വീഡിയോസിലെല്ലാം കണ്ടത്. അപ്പോൾ അധികം ചിലവൊന്നുമില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് വെനീല സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇനി ഈ മുട്ടൻ്റെ മഞ്ഞയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലൊന്ന് അരിച്ചെടുക്കാനുണ്ട്. ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ താഴെയായിട്ടാണ് ഞാനിപ്പോൾ മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അളന്നിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി അരിച്ചു വെച്ച പൗഡർ മിക്സെല്ലാം കുറച്ചായിട്ട് ഈ മുട്ടൻ്റെ മഞ്ഞയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഓവർ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടുക. ഇനി മുട്ടൻ്റെ വൈറ്റ് പാർട്ടും കൂടി നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് കേക്കിൻ്റെ കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇനി എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 ബാച്ചായിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ചതോ പൊടിക്കാത്ത പഞ്ചസാരയോ വേണമെങ്കിൽ എടുക്കാം. നല്ല ഫ്ലഫി ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആയിട്ട് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് കുത്തി മിക്സ് ചെയ്യാൻ പാടില്ല. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവനിൽ ആ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഓവനിലും അതുപോലെ കടായിലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഈ ബേക്ക് ചെയ്യേണ്ട ട്രേ ഒന്ന് സെറ്റാക്കി എടുക്കാം. അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി ഈ ബേക്കിംഗ് പേപ്പർ ഒരു 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ കേക്കിൻ്റെ ട്രേൻ്റെ അളവിലൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പിലൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഈ ഒരു അളവിൽ നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പാനിൽ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ കടായില ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹോൾസ് ഉള്ള പാത്രത്തിലാണെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഈ ചെറിയ പാത്രം വെച്ചുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ടിന്ന വെക്കുന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് ചുരുങ്ങിയത് ബേക്കാകാൻ വേണ്ടി എടുക്കും. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഈ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂണ് വെനില എസൻസും കൂടി ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സോക്ക് ചെയ്യേണ്ട മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്രൗൺ പോർഷൻസിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഏത് ട്രേയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ട്രേയിലേക്ക് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ കേക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നല്ലോണം സോക്ക് ചെയ്യുന്ന രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ സ്ട്രോബെറിയും ബ്ലൂബെറീസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലിയ ഭട്ടിൻ്റെ കേക്കിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നമ്മളെ കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ സ്ട്രോബെറീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണ് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്, വായായിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന്. അതുപോലെ പാർട്ടികളിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബ്ലൂബെറീസും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതൊന്ന് കട്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് പിന്നെയും ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിന്. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു സ്ലൈസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഞാനിപ്പോൾ ഈ ഒരു സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ലവേഴ്സ് ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.